ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദീപാവലി സമയത്ത് താഴെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് മേലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അത്രയ്ക്ക് അങ്ങോട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് സമയമുണ്ട്. അപ്പോൾ വിചാരിച്ചു ഏതായാലും മേലെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. പിന്നെ ചോറൊക്കെ ഞാൻ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടാണ് വന്നത്. പിന്നെ കൂട്ടാനും ഉപ്പേരിയൊക്കെ അമ്മ ഉണ്ടായിക്കോളും. അപ്പോൾ ഇന്ന് പിന്നെ സുനിയേട്ടനെ ഇവിടെ ഇല്ല. ആളുള്ള സമയത്ത് ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ആൾക്ക് പിന്നെ തുമ്മലൊക്കെ ആവും, ഡസ്റ്റ് അലർജീൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്കിനി ക്ലീൻ ചെയ്യാൻ തുടങ്ങിയാലോ. അപ്പോൾ എല്ലാവർക്കും ക്ലീനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ ചൂട് എന്ന് അറിയാമോ, വേർത്തൊലിച്ചുകൊണ്ടിരിക്കുകയാണേ. എന്താ ചെയ്യില്ല, എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യുന്നത് ബാത്റൂമാണ്. ബാത്റൂമിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അങ്ങനെ അഴുക്കൊന്നുമില്ല. എന്നാലും നമ്മൾ ഏതായാലും മറ്റുള്ളതൊക്കെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് ബാത്റൂം കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ബാത്റൂമൊക്കെ കഴുകുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഗ്ലൗസ് ഞാൻ ആദ്യം എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും താഴെ പോയി എടുത്തിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഇതാ ഗ്ലൗസൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് ബാത്റൂം കഴുകാൻ വേണ്ടി തുടങ്ങാം. ഞാനപ്പോൾ ബാത്റൂം കഴുകുമ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഷ് ബേസിൻ കഴുകുന്ന ഒരു വീഡിയോയിൽ പഴയ ഹാൻഡ് വാഷ് അല്ലെങ്കിൽ ഷാംപൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ബാത്റൂമൊക്കെ കഴുകുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ഫ്രഷായൊരു ഫീലിങ്ങും നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാനിതാ ബാത്റൂമിൻ്റെ ആ ഒരു വാളും വാഷ് ബേസിനും ഒക്കെ കഴുകുന്നുണ്ട്. അങ്ങനെ കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതാ പതുക്കെ നടന്ന് വരുന്നതെന്ന് വെച്ചാൽ അവിടെയൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ ചവിട്ടി സ്ലിപ്പായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് പതുക്കെ നടന്ന് വരുന്നത്. അങ്ങനെ നമ്മുടെ ബാത്റൂം കഴുകൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു റൂം, ഇനി അപ്പുറത്തുള്ള ഒരു റൂമും പിന്നെ മറ്റുള്ള സ്ഥലവും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ഒന്ന് അടിച്ചു വാരി തുടക്കണേ. അപ്പോൾ ഇതാദ്യം നമുക്ക് ഈ ഒരു റൂം അടിച്ചു വാരാം. ഇത് സുനിയേട്ടൻ ഓഫീസ് വർക്കിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു റൂമാണ്. ഇതാ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ക്ലീൻ ചെയ്യാം. അങ്ങനെ റൂം അടിച്ചു വരാൻ വേണ്ടി തുടങ്ങിയ സമയത്താണ് ഫാനിൽ കുറച്ചൊക്കെ പൊടിയുണ്ടല്ലോ എന്ന് കണ്ടത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ഫാനും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നോക്കിയേ, സൂപ്പറായിട്ടില്ലേ ഫാന്. അപ്പോൾ അങ്ങനെ ഫാനും വൃത്തിയാക്കിയതിന് ശേഷം ഞാനിത് അടിച്ചു വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ജനലിനൊക്കെ ചെറിയൊരു പൊടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ അടിച്ച് കളയുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ ഞാൻ ഇയാളെ കണ്ടത്. ഒരു പൂമ്പാറ്റയാണ്. അപ്പോൾ അത് അബദ്ധത്തിൽ ആ ഒരു റൂമിൽ പെട്ടുപോയതാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ചത്തുപോയിട്ടുണ്ടോ എന്ന് വിചാരിച്ചു കേട്ടോ. ഞാനപ്പോൾ കൈവച്ചൊന്ന് പതുക്കെ തൊട്ട് നോക്കിയപ്പോൾ അനക്കം ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനെന്ത് ചെയ്തു വെച്ചാൽ വേഗം തന്നെ ആ ഒരു ജനലങ്ങ് തുറന്നു കൊടുത്തു. അപ്പോൾ തുറന്നു കൊടുത്തപ്പോൾ ആളിതാ നല്ല സുഖമായിട്ട് പാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അതിലാണെങ്കിൽ പെട്ടെന്നൊന്നും തുറക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് നാൾ തുറക്കാണ്ട് വെച്ചത് കൊണ്ട് കുറച്ച് പണിപ്പെട്ടു കേട്ടോ അതൊന്ന് തുറന്നെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരത്തെ ബലം പിടുത്തതിന് ശേഷം പൂമ്പാറ്റ അതാ പറന്നു പോയിട്ടുണ്ട്. ജനലൊക്കെ തുറന്നു കൊടുത്തു ഞാൻ. അങ്ങനെ അത് പോയി. അതിനുശേഷം ഞാനിതാ എൻ്റെ പണിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടേ ഇരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില കുഞ്ഞു കുഞ്ഞു പൊടികളൊക്കെ വീണ്ടും വീണ്ടും ബാക്കിലോട്ട് പോകില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എനിക്കും. കുഞ്ഞു കുഞ്ഞു പൊടികളൊക്കെ ഒരുപാട് ഇങ്ങനെ പിറകിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീണ്ടും വീണ്ടും അടിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ആ ഒരു റൂം ഒരു വകയൊക്കെ നന്നായി അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടുത്ത റൂമിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് തുണികളൊക്കെ യൂണിഫോമൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് എപ്പോഴും എടുക്കേണ്ടതായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വെച്ചതാണ്. പെട്ടെന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ അങ്ങനെ ആരും കിടക്കുന്ന ഒന്നുമില്ലല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ വെച്ചാലും എന്ന് വിചാരിച്ചു. പിന്നെ ഇതായി ഒരു ചെയർ കണ്ടില്ലേ, അത് നമ്മൾ പഴയ വീട്ടിൽ താമസിക്കുമ്പോഴേ ഉണ്ടായിരുന്ന ഒരു ചെയറാണ്. പിന്നെ അതങ്ങനെ പൊട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിങ്ങനെ എടുത്ത് വെച്ചതാട്ടോ. പിന്നെ ഇതായി ഒരു സ്യൂട്ട് കേസ്, അതും നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ എടുക്കുന്ന ഒന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം. അതിപ്പോൾ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പുറത്തുതന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ ശരിയാക്കാൻ വേണ്ടി. അങ്ങനെ അതിന് വേണ്ടി വെച്ചതാണ്. പിന്നെ ഈ ഒരു ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഒക്കെ കുറേ ബുക്കും അതും ഇതൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കി അടിച്ചു വാരിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ആ ഒരു റൂമും ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. എവിടുന്നാണ് ഈ ഒരു പൊടിയൊക്കെ വരുന്നതെന്ന് അറിയില്ല കേട്ടോ, എന്ത് പൊടിയാണെന്ന് അറിയില്ല.
അങ്ങനെ ഈ ഒരു റൂമും ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്നിച്ച് അടിച്ച് വാരി കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ച് അങ്ങനെ തുടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം എല്ലാം അടിച്ച് വാരുന്നത്. അങ്ങനെ ആ റൂമും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ആ ലിവിങ് ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോഴാണെങ്കിൽ അവിടെയുള്ള ആ ഒരു ഫാനും ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭയങ്കര പൊടിയൊന്നുമില്ല കേട്ടോ, ചെറുങ്ങനെ ഉള്ളൂ, എന്നാലും അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉള്ള പൊടി അങ്ങ് പോയി കിട്ടുമല്ലോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഫാൻ ക്ലീൻ ചെയ്യുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഏകദേശം ഒരു വർഷം മുന്നേ വാങ്ങിച്ചതാണ്. ഇപ്പോഴാണെങ്കിൽ യൂട്യൂബിൽ ഇതിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആ ഒരു സമയത്ത് വേറെ എന്തോ തിരഞ്ഞപ്പോൾ ഇത് കണ്ടു, അങ്ങനെ മേടിച്ചതാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ തട്ടാൻ വേണ്ടി യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയിട്ട് അങ്ങനെ മേടിച്ചതാണ്. പക്ഷെ എനിക്കെന്തോ ഇത് അത്ര വലിയൊരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഇതിന് കുറച്ചൊരു വിലക്കുറവുണ്ട്. നമ്മൾ ഈ ഒരു ഫാനിൻ്റെ ലീഫൊക്കെ തുടക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുമല്ലോ, അപ്പോൾ വല്ലാത്തൊരു കഷ്ടമായി തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഫാനും തുടച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ക്ലീൻ ആയില്ലേ, അടിപൊളിയായില്ലേ. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ ഒന്ന് അടിച്ച് വാരണം. ഞാൻ എന്താ മാറ്റൊക്കെ എടുത്ത് പുറത്തിടുന്നുണ്ട്, ചവിട്ടിയൊക്കെ. അതൊക്കെ കഴിഞ്ഞ് അടിച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ മണ്ഡലകാലമൊക്കെ തുടങ്ങാറായില്ലേ, അപ്പോൾ അതും കൊണ്ടും കൂടിയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ക്ലീനിങ്ങിന് ഇറങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ മണ്ഡലകാലമൊക്കെ ആവുന്നതിന് മുന്നേ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുട കണ്ടില്ലേ നിങ്ങൾ, ആ ഒരു കുടയുണ്ടല്ലോ, അത് നമുക്ക് അടച്ച് വെക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് അതിങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്നത്. അങ്ങനെ ലിവിങ് ഏരിയയും അടിച്ച് വാരി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ആ ബാൽക്കണിയും കൂടി ഒന്ന് അടിച്ച് വാരണം. ബാൽക്കണി അടിച്ച് വാരുക എന്ന് വെച്ചാൽ അടിച്ച് വാരി തുടക്കാന്ന് വെച്ചാൽ വലിയ പണിയാണ്. പക്ഷികളൊക്കെ വന്ന് വല്ലാണ്ട് കാഷ്ടിച്ച് വെച്ചതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇത് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് വല്ലാണ്ട് പക്ഷീൻ്റെ കാഷ്ടമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ എന്തായാലും കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഞാനിത് അടിച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബാൽക്കണിയും കൂടി അടിച്ച് വാരി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് തുടയ്ക്കാൻ വേണ്ടി തുടങ്ങാൻ. ഈ ഒരു അഴി പോലത്തെ ഈ ഒരു ഇതുണ്ടല്ലോ, അതിലാണെങ്കിൽ നിറയെ പൊടിയും മണ്ണും ഒക്കെ പാറി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഏകദേശമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടിച്ച് വാരൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റേഡിയോ സാർ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ മേലേക്ക് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ റേഡിയോനെയും കൂടി എടുത്തിട്ടാട്ടോ വരിക. അപ്പോൾ പാട്ട് കേട്ടുകൊണ്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിതാ തുടക്കാൻ വേണ്ടി തുടങ്ങാൻ പോവാണ്. ഞാൻ പിന്നെ ഈ നിലം തുടക്കാനുള്ള ഫെനോയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിക്വിഡ്സോ വാങ്ങുന്നത് വളരെ കുറവാട്ടോ. ഞാൻ ഇതുപോലെ എന്തെങ്കിലും എക്സ്പയറി കഴിഞ്ഞ എന്തെങ്കിലുമൊക്കെ ഹാൻഡ് വാഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെയാണ് തുടക്കാറ്. അപ്പോൾ ഇത് ആ കട്ടിലിൻ്റെ അടിയിലൊക്കെയാണ് തുടക്കുന്നത്. നിറയെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു തുടച്ചിട്ടൊക്കെ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട്. പിന്നെ ഇന്നെന്ന് വെച്ചാൽ താഴെ അങ്ങനെ കാര്യമായ പണിയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് മേലേക്ക് കയറിയത്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലീൻ ചെയ്യാമെന്ന് തോന്നിയാൽ അത് അപ്പോൾ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ മൊബൈലൊക്കെ നോക്കി അങ്ങനെയും ഞാൻ ഇരുന്ന് പോവും. അപ്പോൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചെയ്യുന്നതാട്ടോ നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പിന്നെ ചെയ്യേ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ആ ഒരു റൂം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടുത്ത റൂമിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് മുൻപ് വരെ ഈ ഒരു റൂമുണ്ടല്ലോ, ഇതൊരു സ്റ്റോർ റൂം പോലെയായിരുന്നു കേട്ടോ. വേണ്ടാത്തതും വേണ്ടുന്നതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളായിരുന്നു കേട്ടോ ഇതിൽ. അപ്പോൾ ഈ ഒരു കട്ടിൽ വന്നതിന് ശേഷം അതിൽ കുറച്ച് സ്റ്റോറേജിൻ്റെ സ്പേസ് ഉള്ളത് കൊണ്ട് ആ ഒരു സാധനങ്ങളൊക്കെ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നല്ല സ്പേസ് ആയിട്ടുണ്ട്.